കത്തോലിക്ക കോൺഗ്രസിന് കക്ഷി രാഷ്ട്രീയമില്ല. പ്രശ്നാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും. ബോധപൂർവം ഞങ്ങളെ അവഗണിക്കുന്നവരെ ഞങ്ങളും ഇനി വോട്ടിലൂടെ അവഗണിക്കേണ്ടി വരുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ യാത്ര. ക്രൈസ്തവരായ ആളുകൾക്ക് ഇവിടെ ശക്തിയുണ്ട്. ഈ വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ അവിടെ പ്രക്ഷോഭം നടത്തിയത് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദിത്വപരമായ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ മേൽ കുതിര കയറുന്ന നിലപാടിനെതിരെയാണ് നമ്മൾ സമരം നടത്തിയത്. അങ്ങനെ ആ സഹോദരിമാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെടുകയും അകാരണമായി തുറുങ്കിൽ അടയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൻ്റെ മേൽ സ്വാധീനം ചെലുത്തുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽപ്പെട്ടവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ സഹായം ലഭിച്ചതിൽ ഞങ്ങൾ നന്ദി പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ സപ്പോർട്ട് പറഞ്ഞിട്ടില്ല. അത് പിതാവ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. അത് മാത്രമല്ല, മാർ ജോസഫ് അംബ്ലാനി പിതാവ് വളരെ കൃത്യമായിട്ട് ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സഹായിച്ചതിനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സഹായിച്ചതിനും BJPയുടെ ഭാഗത്തുനിന്ന് സഹായിച്ചതിനും കൃത്യമായി നന്ദി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു വ്യതിരിക്തതയില്ല. അത് മാത്രം നമ്മൾ പർവ്വതീകരിച്ച് കാണേണ്ട കാര്യമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ഭീതിജനകമായ നിലപാടുകൾ സ്വീകരിച്ചാൽ അതിനെ ഞങ്ങൾ അതിശക്തമായിട്ട് എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരാണോ സംസ്ഥാന ഗവൺമെൻറ് എതിരാണോ എന്നുള്ളതല്ല വിഷയം. നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നു, അത് പരിഹരിക്കേണ്ട ഗവൺമെൻറ്റാണല്ലോ. ഗവൺമെൻറ്റിനാണ് അധികാരമുള്ളത്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ഈ യാത്രയിലൂടെ ഇത്തരം കാര്യങ്ങൾ അവകാശപ്പെടുന്നത്. അതുപോലെ കേരളത്തിലാണെങ്കിലും ഈ സമീപകാലത്തെ പല പ്രശ്നങ്ങളും, സ്കൂളിൻ്റെ വിഷയം നമ്മൾ ഈ സമീപകാലത്ത് കണ്ടതാണ്. അവിടെയൊക്കെ അനാവശ്യമായി ന്യൂനപക്ഷങ്ങളുടെ മേൽ കുതിര കയറുന്നതായിട്ട് ഞങ്ങൾക്കൊരു തോന്നലുണ്ട്. അതിന് പരിഹാരം കണ്ടെത്തുക തന്നെ. അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് വിവിധങ്ങളായ പിന്നോക്കാവസ്ഥയുണ്ട്. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഈ പിണറായി സർക്കാർ തന്നെ സ്ഥാപിച്ച, നല്ല ഉദ്ദേശത്തോടെ സ്ഥാപിച്ചെന്ന് ഞങ്ങൾ കരുതുന്നത് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. ഈ കമ്മീഷൻ, അതിനകത്ത് ഉൾപ്പെട്ട ആൾ റിട്ടയർഡ് ജസ്റ്റിസ് ആയിരുന്നു, റിട്ടയർഡ് DGP ആയിരുന്നു, അതുപോലെ ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഇവരൊക്കെ വളരെ കൃത്യമായിട്ട് കൂലങ്കഷമായി പഠിച്ച് അവതരിപ്പിച്ച ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് ഗവൺമെൻറ് അത് പുറത്തുവിടുന്നില്ല പൂർണ്ണ രൂപത്തിൽ? എന്തുകൊണ്ട് അത് സഭാ നേതൃത്വവും സമുദായ നേതൃത്വവുമായിട്ട് ആലോചിച്ച് അതിന്മേൽ നടപടിയെടുക്കുന്നില്ല? അപ്പോൾ ഈ പഠനം മാത്രമായിരുന്നോ ലക്ഷ്യം, അതോ ഇത് പ്രാവർത്തികമാക്കാൻ ലക്ഷ്യമില്ലേ? ആത്മാർത്ഥത വേണം, ഇരട്ടത്താപ്പ് പാടില്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗവൺമെൻറ് ഇനി ഈ JB കോശി കമ്മീഷനിൽ കൃത്യമായ നിലപാടെടുത്തില്ലെങ്കിൽ, ആ റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിൽ, അത് നടപ്പാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായി പ്രതികരിക്കും. അതിനുള്ളൊരു മുന്നോടി കൂടിയാണ് ഈ യാത്ര. അതിൽ എല്ലാ ക്രൈസ്തവരും ചേർത്ത് നിർത്തുക തന്നെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെയ്യും. കത്തോലിക്ക കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കാര്യം കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കും. കത്തോലിക്ക കോൺഗ്രസ്സിന് കക്ഷി രാഷ്ട്രീയമില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാവുകയോ വലതുപക്ഷത്തിൻ്റെ ഭാഗമാവുകയോ BJPയുടെ ഭാഗമാവുകയോ ചെയ്യില്ല. പക്ഷേ പ്രശ്നാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ ആരാണ് ഞങ്ങളെ സഹായിക്കുന്നത് എന്ന് ഞങ്ങൾ കൃത്യമായിട്ടും നിരീക്ഷിക്കും. ഞങ്ങൾക്ക് സഹായഹസ്തവുമായി ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവരെ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ കരുതും. അത് സ്വാഭാവികമാണല്ലോ. ബോധപൂർവം ഞങ്ങളെ അവഗണിക്കുന്നവരെ ഞങ്ങളും ഇനി വോട്ടിലൂടെ അവഗണിക്കേണ്ടി വരുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ യാത്ര. ക്രൈസ്തവരായ ആളുകൾക്ക് ഇവിടെ ശക്തിയുണ്ട്. ഞങ്ങൾ ഒരവകാശത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അത് മറ്റുള്ള വിഭാഗക്കാർക്ക് എതിരല്ല. മറ്റുള്ള വിഭാഗക്കാർക്ക് അവർക്ക് അർഹമായത് കിട്ടട്ടെ, അതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചേ മതിയൂ. ഇത് വെറും ഔദാര്യമല്ല. ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന, ഭരണഘടന അനുവദിച്ചു തരുന്ന അവകാശങ്ങൾ മതി. അനീതിപരമായിട്ട് ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. പക്ഷേ നീതിയായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. ഈ വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു 50ഓളം നിയോജക മണ്ഡലങ്ങളിൽ ക്രൈസ്തവർക്ക് സ്വാധീനമുണ്ട്. ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയട്ടെ, അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ബാധകമാണ്. ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഇത് ബാധകമാണ്. ക്രൈസ്തവരെ അവഗണിച്ചാൽ അത് അവർക്ക് ഗുണകരമാവുകയില്ല എന്ന് ഞങ്ങൾ ഈ യാത്രയിലൂടെ കാണിക്കുകയാണ്. നിങ്ങൾ തന്നെ വിലയിരുത്തും. ഈ യാത്ര തുടങ്ങാൻ പോവുകയാണ് ഇന്ന്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് 24-ന് എത്തുമ്പോൾ അതിനോടകം നമുക്ക് ലഭിക്കുന്ന ജനപിന്തുണയും ജനത്തിൻ്റെ താല്പര്യങ്ങളും നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തുമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്.